So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോളറൈസേഷൻ ആണ്. നമുക്കറിയാം we can have two types of wave. One is called longitudinal wave and second one is transverse wave. So എന്താണ് തമ്മിലുള്ള ഡിഫറൻസ്? ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ വൈബ്രേഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ആർ ഇൻ സെയിം ഡയറക്ഷൻ, റൈറ്റ്? നൗ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ where propagation and vibration are in mutually perpendicular direction. അങ്ങനെയുള്ള വേവ്സിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയാം. സോ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിനുള്ള എക്സാമ്പിൾസ് ആണ് സൗണ്ട് വേവ് ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. നൗ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ് ഇൻ നാച്ചർ. വൈ? ബിക്കോസ് ദേ ക്യാൻ ബി പോളറൈസ്ഡ്. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലെ വൈബ്രേഷൻ, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെയും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെയും വൈബ്രേഷൻ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുന്നത്. Now, in order to explain more about polarization, let us consider a structured string. Okay, structured string. So structured string, that is the vibration ഇല്ലാത്ത സമയത്ത് it is coincide with x-axis. Okay, x-axis ആയിട്ട് coincide ചെയ്തിരിക്കുന്ന ഒരു string. Now ഇവിടെ കാണിച്ചിരിക്കുന്നത് മ്യൂച്വലി ഇവിടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ XYZ കോർഡിനേറ്റ്സ് ആണ്. സോ ഇവിടെ നമുക്കറിയാം ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ ഉപയോഗിച്ചിട്ട് ഓരോ ആക്സിസിന്റെയും ഡയറക്ഷൻ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. I cap along x-axis, J cap and K cap, okay, along Z-axis. Now നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലഗ് ദ സ്ട്രിങ് അപ്പ് ആൻഡ് ഡൗൺ. ഈ x-axisന് ആയിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന ഈ സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പ് ആൻഡ് ഡൗൺ പ്ലഗ് ചെയ്യുന്നു. സോ ദർ വിൽ ബി അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ദാറ്റ് ഡിസ്റ്റർബൻസ് വിൽ പ്രൊപ്പഗേറ്റ് അലോങ് എക്സ് ഡയറക്ഷൻ. പിന്നെ വൈബ്രേഷൻ ഏത് ഡയറക്ഷനിലായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന വേവിന്റെ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that will be perpendicular to the propagation direction, that is x ആക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് അത് അലോങ് y ആക്സിലായിരിക്കും ഉണ്ടാവില്ലേ. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ആണ് പ്ലഗ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് കോൾഡ് വെർട്ടിക്കൽ പോളറൈസേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ വെർട്ടിക്കൽ പോളറൈസേഷൻ ആണ്. y ആക്സിന് വെർട്ടിക്കലി ആണ് പോളറൈസ് ചെയ്യുന്നത്. ഓക്കെ, y ആക്സിലാണ് പോളറൈസേഷൻ നടക്കുന്നത് ആൻഡ് പ്രൊപ്പഗേഷൻ അലോങ് x ആക്സിലായിരിക്കും ഉണ്ടാവുക. ഡിസ്റ്റർബൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അലോങ് x ആക്സിലാണ്. നൗ ഇവിടെ ഇൻ ദ കോംപ്ലക്സ് നൊട്ടേഷൻ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോംപ്ലക്സ് നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട്, സോ ഇവിടെ നമ്മൾ ഒരു പീരിയോഡിക് വേവ്സ്, അതായത് സൈൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ സൈനസോയിഡൽ വേവ്സ് എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനെ നമ്മൾ കോംപ്ലക്സ് നൊട്ടേഷനിലേക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതായത് ഇമാജിനറി പാർട്ട് ഓഫ് എക്സ്പോണൻഷ്യൽ എടുത്തിട്ട് നമുക്ക് കോംപ്ലക്സ് നൊട്ടേഷനിലേക്ക് റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു ഇത്. സോ in that complex notation നമ്മൾ this vertical polarization can be represented as f tilde of v represent ചെയ്യുന്നത് ഇവിടെ vertical polarization ആയതുകൊണ്ടാണ് x of t അല്ലെ, x ലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, t represent ചെയ്യുന്നത് ടൈം ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു a tilde എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ആംപ്ലിറ്റ്യൂഡും അതേപോലെ തന്നെ ഫേസ് പാർട്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന ടേം ആണ്. സോ a tilde e raised to ikx minus omega t j cap. J cap represent ചെയ്യുന്നത് this is in this vibration വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്, അതായത് y ആക്സിസിലാണ്. ജെ ക്യാപ്പിന്റെ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ജെ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ അതിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ ജെ ക്യാപ്പ്. സോ ഇതാണ് ഈ വെർട്ടിക്കൽ പോളറൈസേഷനെ നമ്മൾ കോംപ്ലക്സ് നൊട്ടേഷനിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഈ രീതിയിലാണ്. സോ നൗ another kind, horizontal polarization. Now നമ്മൾ പ്ലഗ് ദ സ്ട്രിങ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡയറക്ഷനിൽ നമ്മൾ സ്ട്രിങ്ങിനെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ there will be a horizontal polarization. അതായത് വൈബ്രേഷൻ നടക്കുക അലോങ് z ആക്സിസിലായിരിക്കും അല്ലെ, z ആക്സിസിലായിരിക്കും വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടുക. ആൻഡ് പ്രൊപ്പഗേഷൻ അലോങ് x ആക്സിസിലും നമുക്ക് പ്രൊപ്പഗേഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ എന്നാണ് പറയുക. ഹൊറിസോണ്ടൽ പോളറൈസേഷൻ ആണ്. സോ അലോങ് ക്യാപ്പിലാണ് ഉണ്ടാവുക. നൗ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ നമ്മൾ കോംപ്ലക്സ് നൊട്ടേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. f tilde of h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
H represent ചെയ്യുന്നത് horizontal polarization of x comma t, that is equal to x along propagation along x direction, that will be equal to a tilde e raised to I kx minus omega t k cap. K cap എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ its direction of vibration. It is along k cap line. Okay, this k cap will be. Now any in any other direction n cap, ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ പറഞ്ഞു, അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നമ്മൾ പറഞ്ഞു. ഇനി എനി അതർ ഡയറക്ഷൻ എൻ ക്യാപ് ദാറ്റ് ഈസ് ഇൻ എക്സ് വൈ പ്ലെയിൻ അല്ലെ, ഇവിടെ ഇതാണ് എക്സ് വൈ പ്ലെയിൻ. ഈ എക്സ് വൈ പ്ലെയിനിൽ എനി അതർ ഡയറക്ഷനിൽ അല്ലെ, നമ്മളിപ്പോ അലോങ് വൈ ആക്സിസിലല്ല, അലോങ് സെഡ് ആക്സിസിലല്ല, ആ പ്ലെയിനിൽ ഉൾക്കൊള്ളുന്ന അതർ ഡയറക്ഷനിൽ ഒരു എൻ ക്യാപ് ഡയറക്ഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, എടുക്കാം. ഇതാണ് എൻ ക്യാപ് ഡയറക്ഷൻ. സോ ഈ എൻ ക്യാപ് ഡയറക്ഷനിൽ വേവ് വൈബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു ഡയറക്ഷൻ ആണ് എൻ ക്യാപ്. സോ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സോ ദിസ് ഇസ് ആർബിട്രറി പോളറൈസേഷൻ എന്നാണ് നമ്മൾ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. ആർബിട്രറി പോളറൈസേഷൻ. നൗ എഫ് ടിൽഡ ഓഫ് എക്സ് കോമ ടി ഇസ് ഈക്വൽ ടു എ ടിൽഡ ഇ റൈസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി എൻ ക്യാപ്. എൻ ക്യാപ് റെപ്രസെന്റ് ചെയ്യുന്നത് വൈബ്രേഷന്റെ ഡയറക്ഷൻ ആണ്. നൗ എൻ ക്യാപ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് കോസ് തീറ്റ, ദിസ് ഇസ് ആംഗിൾ തീറ്റ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ടു വെർട്ടിക്കൽ കമ്പോണന്റും അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ട് അതിന്റെ സമ്മായിട്ട് നമുക്ക് ദിസ് എൻ ക്യാപ്പിനെ റെപ്രസെന്റ് ചെയ്യാം. സോ എൻ ക്യാപ് യൂണിറ്റ് വെക്ടർ എൻ ക്യാപ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ജെ ക്യാപ് പ്ലസ് ദാറ്റ് ഈസ് അലോങ് വൈ ആക്സിലുള്ള കമ്പോണന്റ് ആൻഡ് സൈൻ തീറ്റ കെ ക്യാപ് അലോങ് കെ ക്യാപ് അലോങ് സെഡ് ആക്സിലുള്ള കമ്പോണന്റ്. ഓക്കെ, ദിസ് ഇസ് എൻ ക്യാപ്. നൗ let us take this n cap. N cap is equal to cos theta j cap plus sin theta k cap, right? So we will take with dot product with I cap. Okay, I cap ആയിട്ട് dot product എടുത്തു കഴിഞ്ഞാൽ that will be equal to 0 അല്ലേ. I cap dot k cap ഉണ്ടാവും ഒരു ടേമിൽ, then I cap dot j cap ഉണ്ടാവും. So these are mutually perpendicular, so അതുകൊണ്ട് തന്നെ നമുക്ക് we will get 0. സോ ഇത് അതിനർത്ഥം എന്താണ്? ഹെൻസ് പോളറൈസേഷൻ വെക്ടർ ഈസ് അല്ലെ, പോളറൈസേഷൻ വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്, റൈറ്റ്? സോ ഇവിടെ പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് എൻ ക്യാപ് ഡയറക്ഷനിലാണ്. സോ അത് ഐ ക്യാപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ആണ്. സോ ഇത് രണ്ടും 0, ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പോളറൈസേഷൻ വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് അല്ലെ. എൻ ക്യാപ്പിന്റെയും ഐ ക്യാപ്പിന്റെയും ഇടയിലുള്ള ആംഗിൾ, ദിസ് ഡയറക്ഷന്റെ ഇടയിലുള്ള ആംഗിൾ 90 ആകുമ്പോഴാണ് ഇത് 0 ആകുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദിസ് ആർ പെർപെൻഡിക്കുലർ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന അല്ലെ പോളറൈസേഷൻ ഇത് എന്ത് വേവ്, ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് എന്ന് കൂടെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. നൗ this f of x t, f tilde of x comma t നമുക്ക് ഫോർ ഇൻ ടേംസ് ഓഫ് എൻ ക്യാപ്പില് ആർബിട്രറി ഡയറക്ഷനിലെ പോളറൈസേഷനെ നമുക്ക് അതിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get f dash of f tilde of x comma t is equal to a tilde cos theta e raised to I kx minus omega t j cap plus a tilde of sin theta sin kx minus omega t k cap. So this represent ചെയ്യുന്നത് എന്താണ്? Superposition of two waves. One is horizontally polarized and other is vertically polarized. So this is അല്ലെ സൂപ്പർപൊസിഷൻ ആണ്, രണ്ട് വേവ്സിന്റെ സൂപ്പർപൊസിഷൻ ആണ് അല്ലെ. സോ ഇവിടെ ഒരു വേവ് പോളറൈസ് ചെയ്തിരിക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്? അലോങ് ജെ ഡയറക്ഷനിലാണ്, മറ്റത് ജെ ക്യാപ് ഡയറക്ഷനിലാണ്, അതായത് വൈ ഡയറക്ഷനിൽ, ഇവിടെ സെഡ് ഡയറക്ഷനിൽ. സോ ഈ രണ്ട് വേവും കൂടെ രണ്ട് വേവിന്റെയും സൂപ്പർ പൊസിഷൻ ആണ് ഈ വേവ് റെപ്രസെന്റ് ചെയ്തത്. അത് ആർബിട്രറി ഡയറക്ഷനിലുള്ള എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു ഡയറക്ഷനിലുള്ള വേവ്, എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു എക്സ് വൈ പ്ലെയിനിൽ ഒരു വേവ് പോളറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് രണ്ട് പോളറൈസേഷന്റെ സൂപ്പർ പൊസിഷൻ ആയിട്ട്, അതായത് ജെ ക്യാപ്പിലും കെ ക്യാപ്പിലും പോളറൈസ് ചെയ്തിരിക്കുന്ന വേവ്സിന്റെ സൂപ്പർ പൊസിഷൻ ആയിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ,
Now ഇനി നമ്മൾ ചെയ്യുന്നത് ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാണ്. സോ അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ബൗണ്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ട് മീഡിയം സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി, അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബൗണ്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ വേവിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബൗണ്ടറി കണ്ടീഷൻ, റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. Now for that, let us consider a tied string. Okay, tied strings നമുക്ക് 2 strings ഉണ്ട്. അത് രണ്ടും കൂടെ നമ്മൾ കൂട്ടിക്കെട്ടുന്നു, ടൈ ചെയ്യുന്നു വിത്ത് ഡിഫറെന്റ് മാസ് പെർ യൂണിറ്റ്. ഓരോ സ്ട്രിങ്ങിന്റെയും രണ്ടിലെയും ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഡിഫറെന്റ് ആണ്. രണ്ട് റോപ്പ് എടുത്ത് നമ്മൾ ടൈ ചെയ്യുക. സോ അതിന്റെ എന്ത് ചെയ്യുന്നു, ഒരു റോപ്പിന്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് അതർ റോപ്പിന്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഡിഫറെന്റ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള രണ്ട് റോപ്പ് എടുത്തിട്ട് നമ്മൾ ടൈ ചെയ്യാം. സോ ഇതാണ് നോട്ട്. ഓക്കെ, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 നോട്ട് ഉള്ളത്. നൗ ഇവിടുന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, ഇതാണ് വേവ്, ഇൻസിഡന്റ് വേവ് അല്ലെ. ഇവിടുന്ന് നമ്മൾ ഇവിടെ ഈ സൈഡിൽ നമ്മളൊരു അപ്പ് ആൻഡ് ഡൗൺ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റർബൻസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും അല്ലെ. പ്രൊപ്പഗേറ്റ് ചെയ്ത് ഈ നോട്ടിലെത്തും, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, ഈ കെട്ടിലെത്തും. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 എത്തി കഴിഞ്ഞാൽ ഇവിടെ രണ്ടിന്റെയും മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഡിഫറെന്റ് ആണ്. സോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എ പാർട്ട് ഓഫ് ഇറ്റ് എന്ത് ചെയ്യുന്നു, ഈ വേവിന്റെ എ പാർട്ട് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെ, ഈ സെക്കൻഡ് സ്ട്രിങ്ങിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ആൻഡ് എ പാർട്ട് റിഫ്ലക്ട് ചെയ്യും, ബാക്കിലേക്ക് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ ഈ ബൗണ്ടറിയിൽ എത്തി കഴിഞ്ഞാൽ സംഭവിക്കുക. സോ ഇതിന്റെ റിഫ്ലക്റ്റഡ് എമൗണ്ട് എങ്ങനെയാണ് ഉണ്ടാവുക, റിഫ്ലക്റ്റഡ് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടാവുക, ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റിഫ്ലക്റ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ്, ഒരു പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, ഒരു പാർട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് വരുന്ന വേവ് ഇവിടുന്ന് റിഫ്ലക്ഷനും നടക്കും, അതേപോലെ തന്നെ ട്രാൻസ്മിഷനും നടക്കും. ഈ മീഡിയത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ബാക്കോട്ട് റിഫ്ലക്ട് ചെയ്യും. സോ ഇവിടെ നമ്മൾ പറഞ്ഞു മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് എന്താണ് ഡിഫറൻസ് ഉണ്ടാവുക? ഹെൻസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെലോസിറ്റി ഇവിടെ ടെൻഷൻ സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് വെലോസിറ്റി ഇൻ എ ടൈഡ് സ്ട്രിംഗിലെ വെലോസിറ്റി ആണ് √T/m. സോ m ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ വെലോസിറ്റി ഈ സ്ട്രിംഗിലും വേവിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന വെലോസിറ്റി എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, നൗ ലെറ്റ് us consider a wave coming from left towards the knot. അതായത് this wave, incident wave coming from left towards knot, that is x is equal to 0 ലേക്ക് വരുന്ന ഒരു വേവ്. സോ അതിനെ നമുക്ക് കോംപ്ലക്സ് നൊട്ടേഷനിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. fi tilde that represent ചെയ്യുന്ന fi എന്ന് പറഞ്ഞാൽ I ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻസിഡന്റ്, fi tilde അതിന്റെ വേവ് ആണ്. fi tilde ഈക്വൽ ടു ഓഫ് ഏതാണ്, ഇവിടെ നമ്മൾ x ഡയറക്ഷനിൽ x, t. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് x and t. So propagation along x direction, then ai tilde, I ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻസിഡന്റ്, into e raised to I k1x minus omega t. ഇവിടെ k1 represent ചെയ്യുന്നത് ഫസ്റ്റ് മീഡിയത്തിലുള്ള പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വേവ് വെക്ടർ ആണ്. സോ kx minus omega t, omega will be same for both medium. omega എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. Now what is k1? k1 is equal to 2π lambda 1. lambda 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് ദ വേവ് ഇൻ ഫസ്റ്റ് മീഡിയം. ഓക്കെ, now a part of it, ആ വേവിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യും. ആൻഡ് നോട്ടിലെത്തി കഴിഞ്ഞാൽ ഇൻസിഡന്റ് വേവിന്റെ ഒരു പാർട്ട് റിഫ്ലക്ട് ചെയ്യും, ആൻഡ് ആ പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് നമ്മൾ ആ ഫിഗറിൽ കണ്ടിട്ടുള്ളത്. നൗ റിഫ്ലക്റ്റഡ് വേവ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കോംപ്ലക്സ് നൊട്ടേഷനിൽ f tilde of r is equal to minus ar, മൈനസ് ഡയറക്ഷനിൽ ഉണ്ടാവും, minus ar tilde e raised to
I k1x മൈനസ് ഒമേഗ ടി. ഇവിടെ k1 വരാൻ കാരണം സെയിം മീഡിയത്തിൽ തന്നെയാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് k1x മൈനസ് ഒമേഗ ടി. മൂവിങ് വേവ് ഫ്രം ഇതിന്റെ വേവ് മൂവിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് അല്ലെ, ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്, ഇൻസിഡന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നൗ സിമിലർലി വൺ മോർ പാർട്ട് ഉണ്ട്, ട്രാൻസ്മിറ്റഡ് വേവ് അല്ലെ, ഒരു പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇൻ ടു സെക്കൻഡ് ഡ്രോപ്പിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ എഫ് ട്രാൻസ്മിറ്റഡ് ടി, f tilde of t is equal to a tilde t e raised to I k2x minus omega t. k2 വരാൻ കാരണം ഇവിടെ സെക്കൻഡ് മീഡിയത്തിന്റെ propagation constant different ആണ്, because mass is different. k2 is equal to 2 pi by lambda 2. Now v നമ്മൾ ഓൾറെഡി പറഞ്ഞു, v equal to root t by m ആണ്. So v1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മീഡിയത്തിലുള്ള വെലോസിറ്റി is equal to root of t by m, t by m1. m1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് സ്ട്രിംഗിലെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. Now v2 is equal to root t by m2. m2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് സെക്കൻഡ് സ്ട്രിംഗ്. Now what is v1? v1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in terms of frequency and wavelength നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. v1 is equal to nu lambda 1. nu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി will be same, വേവിന്റെ ഫ്രീക്വൻസി സെയിം ആയിരിക്കും in both medium. So nu1 is equal to nu lambda 1 എന്ന് നമുക്ക് എഴുതാം. Similarly v2 സെക്കൻഡ് മീഡിയത്തിൽ വെലോസിറ്റി is equal to nu lambda 2. lambda 1 and lambda 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ wavelength of the wave in rope 1 and rope 2 respectively. Okay, now ratio between this two, v1 and v2, ഈ രണ്ട് ഇക്വേഷന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ nu lambda 1 divided by nu lambda 2 that is equal to lambda 1 divided by lambda 2 that is equal to, now നമുക്ക് ജസ്റ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 pi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 pi lambda 1 lambda 2 into 2 pi. Now 2 pi lambda 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is 2 pi lambda 1? That is equal to അല്ലേ, ഇത് നമുക്ക് കിട്ടുക k2 by k1, റേഷ്യോ ബിറ്റ്വീൻ അല്ലേ ദിസ് propagation constant. So v1 by v2 is equal to k2 by k1 എന്ന് നമുക്ക് കിട്ടും. Right? So net disturbance of the string എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? സോ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് വെലോസിറ്റി ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ റിഫ്ലക്റ്റഡ് വേവ്സിനും അതേപോലെ തന്നെ ഇൻസിഡന്റ് വേവിനും k1 എന്നെടുക്കാൻ കാരണം സെയിം മീഡിയ ആയതുകൊണ്ട്, അവിടെ സെയിം സ്ട്രിംഗിലായതുകൊണ്ട് ബോത്ത് എന്തായിരിക്കും k1 ആയിരിക്കും. Now for transmitted എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോപ്പിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അവിടെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഡിഫറെന്റ് ആയതുകൊണ്ട് velocity will be different, hence k will be different. So k2 നമ്മൾ എടുക്കുന്നു. Now net disturbance of the string എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നെറ്റ് ഡിസ്റ്റർബൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ ഇൻസിഡന്റ് അല്ലേ, for x less than 0, for x less than 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in the first rope that is equal to, അവിടെ ഉള്ളത് നമുക്ക് റിഫ്ലക്റ്റഡ് വേവ് ഉണ്ട്, ഇൻസിഡന്റ് വേവ് ഉണ്ട്. സോ f tilde is equal to ai incident le, incident ai tilde e raised to I k1x minus omega t minus ar tilde, this is reflected part, minus ar e raised to I k minus I k1x plus omega t, both k1. So indicating the same mediaത്തിൽ രണ്ട് ഫസ്റ്റ് റോപ്പിലുള്ളതാണ്. Now for x less greater than 0, f tilde of x comma t that is equal to a tilde t that is transmitted like e raised to I k2 e raised to I k2x minus omega t for x greater than 0. Okay, now this wave should be continuous. Okay, so at x is equal to 0, അതായത് ആ നോട്ടിന്റെ പ്ലേസിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ ആണ്. സോ at x is equal to 0, the wave should be continuous. Wave should be continuous, that is the displacement slightly to the left, the not in the left direction, left ulla displacement slightly left ulla displacement, that is a point നമുക്ക് എങ്ങനെ എടുക്കാം? x is equal to o bar, okay, അല്ലെങ്കിൽ o minus just slightly just ഒരു പോയിന്റ് ലെഫ്റ്റ് നിന്ന്, okay, x is equal to 0 left ഉള്ള
സ്ലൈറ്റ്ലി ഉള്ള ഒരു പോയിന്റ് നമുക്ക് എടുക്കാം. ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു ഒ മൈനസ്. ഓക്കെ, മസ്റ്റ് ബി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് സ്ലൈറ്റ്ലി ടു ദ റൈറ്റ്. ഓക്കെ, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. റൈറ്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് should be equal to slightly displacement, that is x is equal to o plus. Okay, o plus and o minus, ഇവിടെ രണ്ട് പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് should be equal ആയിരിക്കണം. Okay, that is f of o minus comma t should be equal to f of o plus comma t. Okay, so this two displacement should be equal, എന്നെങ്കിൽ മാത്രമേ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ. അതിനർത്ഥം എഫ് ഓഫ് എക്സ് ടി ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. Similarly, its derivative, first derivative also should be continuous. So നമ്മൾ പറഞ്ഞു എഫ് ടിൽഡ ഓഫ് എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ എഫ് ടിൽഡ അല്ലെ, കോംപ്ലക്സ് നൊട്ടേഷനിലും അത് കണ്ടിന്യൂസ് ആയിരിക്കണം. എഫ് ടിൽഡ ഓഫ് o minus comma t is equal to f tilde of o plus comma t. Similarly, first derivative also should be continuous. Dou x of f tilde at the point o minus should be equal to dou x of f tilde at the point ഏതല്ലേ o plus ആയിരിക്കണം. Okay, now നമ്മൾ this first condition നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ ഫസ്റ്റ് കണ്ടീഷനിലേക്ക് ഇക്വേഷൻ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോ അതായത് ഇക്വേഷൻ എ എന്തായിരുന്നു, ട്രാൻസ്മിറ്റഡ് അല്ലേ, നമുക്ക് എന്തുണ്ട്, ട്രാൻസ്മിറ്റഡ് പാർട്ട് ഉണ്ട്, ഒരു വേവ് ഇൻസിഡന്റ് ചെയ്യുന്നു. ഓക്കെ, സോ അതിന്റെ ഒരു പാർട്ട് റിഫ്ലക്ട് ചെയ്യുന്നു ആൻഡ് അതർ പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് റിഫ്ലക്റ്റഡ് പാർട്ട് ആകുന്നു, ഇൻസിഡന്റ് പാർട്ട് ആകുന്നു. സോ നമുക്കറിയാം എക്സ് ഗ്രേറ്റർ ദാൻ 0 നമുക്കുണ്ടാവുക എ ഐ അല്ലേ, ഫസ്റ്റ് മീഡിയത്തിൽ ഉണ്ടാവുക നമുക്ക് റിഫ്ലക്റ്റഡ് പാർട്ട് ഉണ്ടാവും, അതേപോലെ തന്നെ ഇൻസിഡന്റ് പാർട്ട് ഉണ്ടാവും. സോ അതിന് നമ്മൾ ഈ കണ്ടീഷൻ ആ പൊസിഷനിൽ ഈ കണ്ടീഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം അല്ലെ, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ടിൽഡ ഓഫ് എക്സ് ഒ പ്ലസ് കൊമ ടി ആയിരിക്കണം. സോ അതിലേക്ക് ഇവിടെ ട്രാൻസ്മിറ്റഡ് പാർട്ടും വരും. സോ അതുകൂടെ രണ്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ കോമൺ ടേം ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ ടിൽഡ ഓഫ് ഐ മൈനസ് എ ആർ a tilde r is equal to a tilde t ആയിരിക്കും ഉണ്ടാവും. സോ ഇവിടെ എ റെപ്രസെന്റ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ്സ് ആണ്. ഓക്കെ, കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ദിസ് ഇസ് ഫോർ ഇൻസിഡന്റ്, റിഫ്ലക്റ്റഡ്, reflected and again transmitted. Okay, now similarly ഈ second condition this first derivative should be continuous. Okay, at the point o minus and o plus ലുള്ള ഫസ്റ്റ് ഡെറിവേറ്റീവും should be equal ആയിരിക്കണം. സോ x is equal to 0 കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം this should be equal. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ ഇക്വേഷൻ എ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get this ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇടുക. ഓക്കെ, ഫസ്റ്റ് റോപ്പിലും സെക്കൻഡ് റോപ്പിലും. സോ അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ we will get k1 into ai tilde plus AR tilde equal to K2 AT tilde എന്ന് കിട്ടും. Okay, now let us substitute this K2 AT is equal to, from second equation AT is equal to this AT equal to AI minus AR എന്നിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇങ്ങനെ കിട്ടും അല്ലെ, K1 into AI tilde plus AR tilde is equal to K2 AI tilde minus AR tilde. സോ ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. സോ ഫൈനലി നമുക്ക് കിട്ടും AR equal to K2 minus K1 divided by K1 plus K2 AI.
സോ ഇൻ ടേംസ് ഓഫ് AI tilde AR നമ്മൾ റിഫ്ലക്റ്റഡ് പാർട്ട് നമുക്ക് കിട്ടി അല്ലെ. ഇതാണ് നമുക്ക് അറിയുന്ന പാർട്ട്. ഇതാണ് AI എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് വേവ് ആണ്, അതിന്റെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇൻ ടേംസ് ഓഫ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നോട്ടിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന പാർട്ട് എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. നൗ സിമിലർലി നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും AT tilde is equal to 2K1 divided by K1 plus K2. That is A1 tilde. In terms of A1 tilde നമുക്ക് ട്രാൻസ്മിറ്റഡ് പാർട്ടും നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇക്വേഷൻ 3 and 4 നമുക്ക് കിട്ടുന്നത് ഇൻ ടേംസ് ഓഫ് ഇൻസിഡന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ടേമിൽ എത്ര പാർട്ട് റിഫ്ലക്ട് ചെയ്യുന്നു, എത്ര എമൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു നമുക്ക് കിട്ടി. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ K1 and K2, റൈറ്റ്. സോ K1 K2 ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ്ങിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ മാസ് പെർ യൂണിറ്റ് ലെങ്ത് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, സോ ദിസ് പാർട്ട് റിഫ്ലക്ട് ചെയ്യുന്ന പാർട്ടിന്റെയും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാർട്ടിന്റെയും എമൗണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് അതിനർത്ഥം. സോ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, K2/K1 ദിസ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു V2/V1. സോ ദിസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 3 and 4ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് AR tilde is equal to V2 minus V1 divided by V1 plus V2 into A1 AI tilde. Okay, in terms of velocity. Now similarly AT transmitted part is equal to 2V2 divided by V1 plus V2 into AI of tilde എന്ന് വരും. Now നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്കറിയാം, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിസ് A1 tilde എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ദാറ്റ്, അതിൽ എന്തുണ്ടായിരിക്കും, ഒരു ഫേസ് പാർട്ട് ഉണ്ട് അല്ലേ. നമ്മൾ ഓൾറെഡി കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. A tilde എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായിരുന്നു നമ്മൾ A tilde is equal to A into e raised to I delta 1 ഇതായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇവിടെ നമ്മൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. A tilde equal to that is A1. അപ്പോൾ നമുക്ക് AI tilde is equal to A1 into e raised to I delta 1 എന്ന് കൊടുക്കാം. Similarly minus AR tilde is equal to AR into e raised to I delta R എന്ന് വരും. Similarly AT tilde is equal to AT into e raised to I delta T. ഓക്കെ, സോ ഈ രീതിയിൽ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷനിൽ A1നും AI tildeക്കും AR tildeക്കും AT tildeയും റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇക്വേഷനിൽ നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റും. യെസ്, ഓക്കെ, ഇതാണ് വരിക. സോ മൈനസ് AR ഇൻറ്റു ഇ റൈസ് ടു I ഡെൽറ്റ ആർ ഇതെന്തായിരുന്നു, ദിസ് ഈക്വൽ ടു AR tilde ആയിരുന്നു. സോ അതിനെ നമ്മൾ ഈ രീതിയിൽ റീപ്ലേസ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു V1 minus V2 divided by V1 plus V2 into A1 tilde ആയിരുന്നു. A1 tilde എന്ന് പറഞ്ഞാൽ AI tilde ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു AI e raised to I delta I. ഓക്കെ, സിമിലർലി സോ ഇതിനെ നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മൈനസിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദിസ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ V2 minus V1 ആവും അല്ലേ. അതാണ് ഇത് ഉള്ളത്. സോ AR into e raised to I delta R equal to V2 minus V1 divided by V1 plus V2 AI e raised to I delta I എന്ന് വരും. Similarly AT e raised to I delta T is equal to 2V2 divided by V1 plus V2 AI e raised to I delta I എന്ന് വരും. Now these are equation 7 and 8 അല്ലേ. ഇക്വേഷൻ 7, 8 നമ്മൾ ഡിറൈവ് ചെയ്തു. Now ഇതിനെ ഈ ഇക്വേഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മളെ മീഡിയത്തിലുള്ള നമ്മുടെ രണ്ട് റോപ്പിൽ അല്ലേ നമ്മൾ ടൈ ചെയ്തു. ഡിഫറെന്റ് യൂണിറ്റ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് റോപ്പുകൾ ടൈ ചെയ്തു. അതിൽ ഒരു റോപ്പിൽ നമ്മളൊരു വേവ് ഫോം ചെയ്തു. അതിനെ നമ്മൾ എങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു, അലോങ് ദ x is equal to 0, അതായത് ആ ടൈ ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തു. അതിനൊരു പാർട്ട് റിഫ്ലക്ട് ചെയ്തു, വൺ പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. സോ അങ്ങനെ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ റിഫ്ലക്റ്റഡ് പാർട്ടിന്റെയും ട്രാൻസ്മിറ്റഡ് പാർട്ടിന്റെയും ഇൻ ടേംസ് ഓഫ് വെലോസിറ്റിയുടെ ടേംസിലുള്ള വെലോസിറ്റി ഉപയോഗിച്ചിട്ട് ഉള്ള ഇൻസിഡന്റ് പാർട്ടിന്റെ എത്ര പാർട്ട് റിഫ്ലക്ട് ചെയ്യുന്നു ട്രാൻസ്മിറ്റ് ചെയ്യുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. പിന്നെ ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്, ചില കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്തുകൊണ്ട്. Now case 1, when m2 greater than m2 less than m1. Okay,
സോ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് സെക്കൻഡ് സ്ട്രിംഗ് ഈസ് ലെസ് ദാൻ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ഫസ്റ്റ് സ്ട്രിംഗ്. സോ നമുക്കറിയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ഇങ്ങനെയാണ് മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെൻ v2 വെലോസിറ്റി ഓഫ് ദ വേവ് ഇൻ സെക്കൻഡ് സ്ട്രിംഗിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ v1 ആയിരിക്കും. അതിനർത്ഥം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ v ഈക്വൽ ടു റൂട്ട് ടി ബൈ എം ആണ് അല്ലെ, റൂട്ട് ഓഫ് ടി ബൈ എം ആണ്, മാസ് ഡിനോമിനേറ്ററിലാണ്. അതുകൊണ്ട് തന്നെ v2 വിൽ ബി ഗ്രേറ്റർ ദാൻ v1 ആയിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ദിസ് പാർട്ട് ഫസ്റ്റ് ഇക്വേഷൻ 7 നോക്കൂ നിങ്ങൾ. സോ v2 ഗ്രേറ്റർ ദാൻ v1 ആണെന്നുണ്ടെങ്കിൽ v2 മൈനസ് v1 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? v2 ആണ് ഗ്രേറ്റർ, v2 മൈനസ് v1 ആണ്. സോ അതുകൊണ്ട് തന്നെ ദിസ് ക്വാണ്ടിറ്റി വിൽ ബി എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. സോ ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ദിസ് ഡെൽറ്റ ആർ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ഐ, റൈറ്റ്? ഡെൽറ്റ ആറും ഡെൽറ്റ ഐയും ഈക്വൽ ആയിരിക്കും. സിമിലർലി ഇവിടെ ദിസ് ക്വാണ്ടിറ്റി സെക്കൻഡ് ഇക്വേഷൻ 8ലുള്ള ഈ ക്വാണ്ടിറ്റിയും എന്താണ്? 2v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ദാറ്റ് ആൾസോ എന്താണ്? പോസിറ്റീവ് ആണ്. സോ അതുകൊണ്ട് അത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ഐ ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ ഐ ഈക്വൽ ടു ഡെൽറ്റ ആർ ഈക്വൽ ടു ഡെൽറ്റ ടി എന്ന് എഴുതാം. സോ അതിനർത്ഥം ഈ ഡെൽറ്റകളെല്ലാം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ദിസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എ ആർ ഈക്വൽ ടു v2 മൈനസ് v1 ഡിവൈഡ് ബൈ v1 മൈനസ് v1 പ്ലസ് v2 ഇൻറ്റു എ ഐ എന്ന് വരും. എ ഇസ് ഈക്വൽ ടു 2v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ഇൻറ്റു വി ഐ. ഈ രീതിയിൽ നമുക്ക് കിട്ടും. v1 അതായത് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിഫ്ലക്റ്റഡ് ആംപ്ലിറ്റ്യൂഡ് ആണ്. ദെൻ എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റഡ് ആംപ്ലിറ്റ്യൂഡ് ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇൻസിഡന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ദിസ് മച്ച് പാർട്ട് റിഫ്ലക്ട് ചെയ്യും, ദിസ് മച്ച് പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെന്നുണ്ടെങ്കിൽ. നൗ കേസ് 2 ഇതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ, m2 ഗ്രേറ്റർ ദാൻ m1 ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് സെക്കൻഡ് സ്ട്രിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ഫസ്റ്റ് സ്ട്രിംഗ് ആണെന്നുണ്ടെങ്കിൽ ദെൻ എന്തായിരിക്കും? v2 വിൽ ബി ലെസ് ദാൻ v1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ട് എന്താവും? v2 മൈനസ് v1 ഡിവൈഡ് ബൈ v1 പ്ലസ് ഇത് നെഗറ്റീവ് ആവും. ഓക്കെ, ഇത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം e റൈസ് ടു i ഡെൽറ്റ ആർ ഷുഡ് ബി ഈക്വൽ ടു e റൈസ് ടു മൈനസ് i ഡെൽറ്റ i ആയിരിക്കണം. ഓക്കെ, റൈറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ അതായത് e റൈസ് ടു i ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കണം? e റൈസ് ടു i ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു e റൈസ് ടു i ബൈ e റൈസ് ടു മൈനസ് i ഡെൽറ്റ 1. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? e റൈസ് ടു മൈനസ് i, e റൈസ് ടു മൈനസ് അല്ലെ, ഈ മൈനസിനെ നമ്മൾ e റൈസ് ടു i പൈ ആയി റീപ്ലേസ് ചെയ്തു. കാരണം e റൈസ് ടു i പൈ വരാൻ കാരണം നമുക്കറിയാം e റൈസ് ടു i പൈ എന്ന് പറഞ്ഞാൽ cos തീറ്റ പ്ലസ് i sin തീറ്റയാണ്. സോ cos പൈ cos തീറ്റ പ്ലസ് i sin പൈ വരും. സോ അങ്ങനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ദിസ് മൈനസ് വരും. സോ cos i ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ്, അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് മൈനസിനെ നമ്മളിവിടെ e റൈസ് ടു i പൈ ചെയ്തത്, ദാറ്റ് ഇസ് ഈക്വൽ ടു e റൈസ് ടു i ഇൻറ്റു e റൈസ് ടു i ഡെൽറ്റ i പ്ലസ് പൈ എന്ന് വരും. സോ അതിനർത്ഥം ഇവിടെ മൈനസ് വരികയാണെന്നുള്ളതിന്റെ അർത്ഥം ഡെൽറ്റ ആർ ഷുഡ് ബി ഈക്വൽ ടു അല്ലെ, ഈ ഇക്വേഷൻ നോക്കി നമുക്ക് കാണാൻ പറ്റും ഡെൽറ്റ ആർ ഷുഡ് ബി ഈക്വൽ ടു ഡെൽറ്റ ഐ പ്ലസ് പൈ ആയിരിക്കണം. ഓക്കെ, now here എന്തായിരിക്കും? e raised to i delta t should be equal to
e raised to I delta t is equal to e raised to I delta I ആയി മാറും അല്ലേ? കാരണം സെക്കൻഡ് പാർട്ട് ദിസ് വിൽ ബി എ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലെ? ആ കണ്ടീഷൻ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു ഡെൽറ്റ ടി ഈക്വൽ ടു ഇ റേസ് ടു സോറി ഡെൽറ്റ ഐ ഈക്വൽ ടു ഡെൽറ്റ ടി എന്ന് വരും. ഇവിടെ സോ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും? അവിടെ മൈനസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് v1 മൈനസ് v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ഇൻറ്റു എ ഐ എന്ന് വരും. Now here delta t equal to എന്ത് വരും? 2v2 divided by v1 plus v2 into ai എന്ന് വരും. Okay. Now case 3. Okay, case 3. Now case 3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് case 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m2 equal to infinity ആണ്. m2 അതായത് സെക്കൻഡ് സ്ട്രിംഗിലെ മാസ് ഇൻഫിനിറ്റി ആവുകയാണെന്ന് അർത്ഥം അല്ലെ? മാസ് പെർ അതിനർത്ഥം v2 will അല്ലെ റൂട്ട് ടി ബൈ എം ആണ് അല്ലെ? ദിസ് വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ടി ബൈ എം. എം ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ v2 വിൽ ബി ഈക്വൽ ടു 0. സോ v2 0 ആയി കഴിഞ്ഞാൽ v2 0 എന്നുള്ള കണ്ടീഷൻ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എ ആർ ഈക്വൽ ടു എ ഐ ആൻഡ് എ ടി ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ. സോ ഈ ത്രീ കണ്ടീഷൻസും ഈ ത്രീ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഇക്വേഷനെ കൂടുതലായിട്ട് ത്രീ കേസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ത്രീ കേസസ് ആണ്. ആ കേസസ് ഉപയോഗിച്ച് നമുക്ക് കൂടുതലായിട്ട് ആ ഇക്വേഷനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ.